അന്ന് പുരോഹിതന്മാർ അധികാരപത്രം കൊടുത്ത് യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തെ ഉപദ്രവിക്കുവാൻ അധികാരപത്രം കയ്യിൽ കൊടുത്ത് വിട്ടവനാണ് പൗലോസ്. മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും പരീശന്മാരെയും ശാസ്ത്രിമാരെയും കണ്ണിലുണ്ണിയായി മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തന്നെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ മുള്ളിനോട് ഉദയ്ക്കുന്നത് നിനക്ക് ദോഷമാകുന്നു. നീ എന്നെ സ്നേഹിച്ചു കൊള്ളുക. നീ മനുഷ്യനെ സ്നേഹിക്കുന്ന ചിന്താഗതി വിട്ടിട്ട് എന്നെ സ്നേഹിച്ചു കൊള്ളുക എന്നുള്ള നിർദ്ദേശം കൊടുത്തപ്പോൾ എല്ലാം വിട്ടിട്ട് യേശുവിനെ സ്നേഹിക്കാൻ തീരുമാനമെടുത്തു. പിന്നെ മനുഷ്യരെ പ്രസാദിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ മാത്രം സന്തോഷിപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. ദൈവത്തെ സന്തോഷിപ്പിച്ച അനേകരുണ്ട്. എന്നാൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ഓരോരുത്തരും ചോദിക്കട്ടെ, ചില മാനുഷിക കെട്ടുകളല്ലേ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയുവാൻ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത്? അവരെന്ത് പറയും? മനുഷ്യരെന്ത് പറയും? സ്വന്തക്കാരെന്ത് പറയും? വീട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറയും? പള്ളിക്കാരെന്ത് പറയും? സഭയിലുള്ളവരെന്ത് പറയും? മോനെ, അങ്ങനെ നോക്കി നിന്നാൽ നിനക്ക് രക്ഷ കിട്ടുകയില്ല. രക്ഷ വേണമെങ്കിൽ ഇറങ്ങി പുറപ്പെട്ടു കൊള്ളണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുകയാണ് നിത്യനായ ദൈവം.